നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭയം തോന്നുന്ന സമയത്ത് ധൈര്യം നൽകുന്ന, മനസ്സ് തളരുമ്പോൾ ആത്മവിശ്വാസം നൽകുന്ന, ഭക്തൻ്റെ ആത്മാർത്ഥമായ വിളി കേൾക്കുന്ന ദേവനായി ഹനുമാൻ സ്വാമിയെ കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്നു. ആഞ്ജനേയ സ്വാമിയുടെ യഥാർത്ഥ ശക്തി എന്താണ്? ഹനുമാൻ ചാലിസയിലെ ഓരോ വരിയിലും ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ സന്ദേശങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് ശ്രീ ആഞ്ജനേയ സ്വാമി. അപാര ശക്തി ഉണ്ടായിട്ടും അഹങ്കാരമില്ലാത്തവൻ, സർവ കഴിവുകളും ഉണ്ടായിട്ടും വിനയം കൈവിടാത്തവൻ, സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലാതെ ധർമ്മ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവൻ എന്നിങ്ങനെ പോകുന്നു ആഞ്ജനേയ സ്വാമിയുടെ മഹത്വങ്ങൾ. രാമായണത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഓരോ പ്രവൃത്തിയും ഭക്തിയുടെയും സേവനത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. സീതാദേവിയെ കണ്ടെത്താൻ സമുദ്രം കടന്നത്, ലങ്കയിൽ പ്രവേശിച്ചത്, സഞ്ജീവനി പർവ്വതം കൊണ്ടുവന്നത്, ഇവയെല്ലാം ആഞ്ജനേയ സ്വാമിയുടെ അപാരമായ ശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉദാഹരണങ്ങളാണ്. ഹനുമാൻ ചാലിസ എന്താണ്? രാമചരിതമാനസ് എഴുതിയ മഹാകവി ശ്രീ തുളസീദാസ്ജിയാണ് ഹനുമാൻ സ്വാമിയുടെ മഹത്വം വിവരിക്കുന്ന ഈ വിശുദ്ധ ഭക്തിഗാനം രചിച്ചത്. ഹനുമാൻ ചാലിസ എഴുതാനുള്ള സാഹചര്യവും ബജ്രംഗ് ബാൺ എഴുതിയ സാഹചര്യവും മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിരുന്നതാണ്. ചാലിസ എന്നാൽ 40 എന്നാണ് അർത്ഥം. ആഞ്ജനേയ സ്വാമിയുടെ കഴിവുകളെയും അദ്ദേഹത്തിൻ്റെ ഭക്തിയും ശക്തിയും വിവരിക്കുന്ന 40 ഈരടികളാണ് ഹനുമാൻ ചാലിസയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹനുമാൻ ചാലിസ വെറുമൊരു സ്തോത്രമല്ല, ഭക്തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഒരു ആത്മീയ സാധന എന്നാണ് മഹത് വ്യക്തികൾ ഇതിനെ കാണുന്നത്. ഹനുമാൻ ചാലിസയിലെ ആത്മീയ സന്ദേശങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഹനുമാൻ ചാലിസ നമ്മെ 4 പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് ഭക്തിയുടെ ശക്തി. ആഞ്ജനേയ സ്വാമിയുടെ ഏറ്റവും വലിയ ശക്തി എന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിയായിരുന്നു. ശ്രീരാമചന്ദ്രനോടുള്ള പൂർണ്ണ സമർപ്പണമാണ് അദ്ദേഹത്തെ അസാധാരണ ശക്തിയുള്ളവനാക്കിയത്. രണ്ടാമത്തേതാണ് ഭയത്തെ അതിജീവിക്കുക എന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനുള്ള സന്ദേശമാണ് ആഞ്ജനേയ സ്വാമി നമുക്ക് നൽകുന്നത്. മൂന്നാമത്തേതാണ് ആഞ്ജനേയ സ്വാമിയെ ബ്രഹ്മചര്യത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും പ്രതീകമായി ആരാധിക്കുന്നു. സ്വന്തം ചിന്തകളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനെ വലിയ ആത്മശക്തി നേടാൻ കഴിയുമെന്ന് ഈ സന്ദേശം ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തേതാണ് സേവന മനോഭാവം. സ്വാർത്ഥതയില്ലാതെ ധർമ്മത്തിനായി പ്രവർത്തിക്കുന്നതിൻ്റെ വലിയ മാതൃകയാണ് ആഞ്ജനേയ സ്വാമി. ഇനി ഹനുമാൻ ചാലിസ ജപിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. എന്തിനൊക്കെ വേണ്ടിയാണ് ഭക്തൻ ഹനുമാൻ ചാലിസയെ പാരായണം ചെയ്യുന്നത്? മനസ്സിലെ ഭയം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മാനസിക സമാധാനം നേടാനും ദൈവിക സംരക്ഷണം ലഭിക്കാനുമാണ് പ്രധാനമായും ഹനുമാൻ ചാലിസയെ ജപിക്കുന്നത്. ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ പ്രധാനമായ ഒരു കാര്യം വെറും വാക്കുകളുടെ ഉച്ചാരണം മാത്രമല്ല, അതിൻ്റെ അർത്ഥവും ഭക്തിയും മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കണം. ഹനുമാൻ ചാലിസയുടെ ശരിയായ ഉച്ചാരണവും അർത്ഥവും മുമ്പ് ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു. അടുത്തതായി വ്യക്തി ജീവിതത്തിൽ ആഞ്ജനേയ സ്വാമി നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള 3 ഗുണങ്ങളാണ്. 1 ധൈര്യം, 2 ആത്മനിയന്ത്രണം, 3 നല്ല ചിന്ത. ഈ 3 ഗുണങ്ങളും ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാകും. അതിൽ പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. ധൈര്യമുള്ളവനായിട്ടും വിനയത്തോടെ ജീവിക്കുക, വിജയിച്ചാലും അഹങ്കരിക്കാതിരിക്കുക, ധർമ്മത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. ഇതൊക്കെയാണ് ആഞ്ജനേയ സ്വാമിയുടെ പ്രധാന സന്ദേശങ്ങൾ.
അസാമാന്യ ശക്തി ഉണ്ടായിട്ടും ആഞ്ജനേയ സ്വാമി എപ്പോഴും വളരെ വിനയത്തോടെ ശ്രീരാമചന്ദ്രനെ സേവിച്ചു. ഈ ലോകം ഒരു ഭക്തനെ ദൈവമായി കാണുന്നു. ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങളെക്കാളും കൂടുതൽ ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഭക്തരുടെ എണ്ണവും അങ്ങനെ തന്നെ. ശ്രീരാമ ഭക്തനായ ആഞ്ജനേയ സ്വാമി ഹൈന്ദവ വിശ്വാസപ്രകാരം ചിരഞ്ജീവിയാണ്. സ്വാമിയെ നിത്യവും ഭജിക്കുന്നതിലൂടെ ജീവിതത്തിൽ അപാര മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ആഞ്ജനേയ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്നത് പ്രധാനമായും ഈ 8 ഗുണങ്ങളാണ്. അവ ഇതൊക്കെയാണ്: ബുദ്ധി, ബലം, ധൈര്യം, കീർത്തി, വാക്സാമർത്ഥ്യം, രോഗമില്ലായ്മ, ഭയമില്ലായ്മ, അജാസ്യം. ഒരു ഉത്തമ സേവകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃകയാണ് അദ്ദേഹം. തൻ്റെ ശക്തിയെക്കുറിച്ച് ബോധമുണ്ടായിട്ടും എളിമയോടെ ശ്രീരാമചന്ദ്രൻ്റെ കാര്യങ്ങൾക്കായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു. ലങ്കാദഹനം ഉൾപ്പെടെ രാമായണത്തിലെ സംഭവങ്ങൾ ഹനുമാൻ സ്വാമിയുടെ അപാരമായ ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും കാണിക്കുന്നു. ഭയം അകറ്റി ഊർജ്ജസ്വലത നേടാൻ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം നേടണം. കേവലം വാനരൻ എന്നതിലുപരി അഷ്ടസിദ്ധികൾ കരസ്ഥമാക്കിയ യോഗിയും വേദങ്ങൾ അഭ്യസിച്ച ഒരു പണ്ഡിതനുമാണ് അദ്ദേഹം. ബുദ്ധിശക്തി കൊണ്ടും സംഭാഷണ ചാതുര്യം കൊണ്ടും അദ്ദേഹം ഏവരെയും വിസ്മരിപ്പിച്ചിട്ടുണ്ട്. ജ്യോതിഷപ്രകാരം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷം അകറ്റാൻ ഏറ്റവും ഉത്തമമാണ്. ആഞ്ജനേയ സ്വാമിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്നതിനും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും ഏറ്റവും പ്രചാരമുള്ള ഫലപ്രദമായ ഒന്നാണ് ഹനുമാൻ ചാലിസ. ഇത് ഭക്തിയോടെ ചൊല്ലുന്നത് മനസമാധാനവും ഊർജവും നൽകും. ഇനി ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അനുഷ്ഠിക്കാവുന്ന ഹനുമാൻ സ്വാമിയുടെ പ്രധാന പൂജകൾ ഏതൊക്കെയെന്ന് കൂടി പറയാം. കൂടുതലും ഭക്തർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ഉപാസനയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആഞ്ജനേയ സ്വാമിയുടെ ചിത്രത്തിന് മുമ്പിൽ തിരി തെളിയിക്കുക. ചില പാരമ്പര്യങ്ങളിൽ എണ്ണവിളക്ക് അല്ലെങ്കിൽ നെയ്വിളക്ക് ഉപയോഗിക്കുന്ന പതിവുണ്ട്. ശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസയുടെ പാരായണം എല്ലാ ദിവസം കഴിയുന്നില്ല എങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ജപിക്കുക. പാരായണം ചെയ്യുമ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ രൂപം ധ്യാനിക്കുക. അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ ശ്രമിക്കുക. കാര്യസാധ്യത്തിനായി ആഞ്ജനേയ സ്വാമിക്ക് ചുവന്ന പുഷ്പങ്ങൾ, സിന്ദൂരം, പഴങ്ങൾ എന്നിവ നൽകുക. അതുപോലെ ശ്രീരാം എന്ന് സിന്ദൂരം കൊണ്ട് വെറ്റിലയിൽ എഴുതിയ മാല കെട്ടി ആഞ്ജനേയ സ്വാമിക്ക് സമർപ്പിക്കുക. തടസ്സങ്ങളും ദുരിതങ്ങളും മാറുന്നതായി കാണാം. ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. സാത്വികമായ ഭക്ഷണം കഴിക്കുക. കോപം, അസൂയ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കുക. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും സേവനത്തിനുമായി മാറ്റിവെക്കുക. ഹനുമാൻ സ്വാമിയുടെ ഭക്തിയിൽ സേവനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ അന്നദാനം, ആവശ്യക്കാർക്ക് സഹായം, ജീവകാരുണ്യ പ്രവർത്തനം എന്നിവ ചെയ്യുന്നത് നല്ല ആത്മീയ പ്രവർത്തനമായി കണക്കാക്കുന്നു. ഹനുമാൻ ചാലിസയുടെ യഥാർത്ഥ സന്ദേശമാണ്: ശക്തിയേക്കാളും വലുതാണ് ഭക്തി, അറിവിനേക്കാൾ മഹത്താണ് വിനയം, വിജയത്തേക്കാൾ പ്രധാനമാണ് ധർമ്മത്തിൻ്റെ വഴി. ആഞ്ജനേയ സ്വാമിയുടെ ജീവിതം നമ്മോട് പറയുന്നത് സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അഹങ്കാരം ഉപേക്ഷിച്ച് നല്ല ലക്ഷ്യത്തിനായി പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ജയ് ശ്രീരാം എന്നോ ജയ് ഹനുമാൻ എന്നോ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതുക. നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.